നമ്മൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പം അതിലെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ ഇല്ലാഴികയല്ല, പലരിലും ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഈ ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഹോർമോണാണ്. അപ്പം അതുകൊണ്ടുകൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ വരാൻ, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വന്ന് മൂത്ര തടസ്സം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്കും അതുപോലെ, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 1 വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കുന്നവരല്ല ഞാൻ പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രോസ്റ്റേറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഹോർമോണാണ്, ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നാച്ചുറലി ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. ഇപ്പം നമ്മൾ പല പേഷ്യൻസിനും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻ്റ് ഇൻസുലിൻ്റെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും. ആക്ച്വലി ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലാണല്ലോ എൻ്റെ എക്സ്പെർട്ടൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഷുഗർ കുറയുന്ന പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഒരാഴ്ച കൊണ്ട്, ഇപ്പം ഒത്തിരി ഹൈപ്പർ ഇൻസുലിനീമിയ ഉള്ള പേഷ്യൻ്റ് ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ ഹൈപ്പർ ഇൻസുലിനീമിയ കുറഞ്ഞിട്ടുണ്ടാകും. ഹൈപ്പർ ഇൻസുലിനീമിയ വരുന്നത് എന്തുകൊണ്ടാണ്? ഇൻസുലിൻ റിസപ്റ്റർ വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ DST കൂടുന്നത് എന്തുകൊണ്ടാണ്? റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ഹോർമോൺ ഡയബറ്റീസിനെ സംബന്ധിച്ച് പ്രോബ്ലം വരുന്നത് ഡയബറ്റീസിൻ്റെ ഇൻസുലിൻ്റെ റിസപ്റ്റേഴ്സിനാണ് പ്രോബ്ലം. ഇവിടെ പ്രോസ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അത് ടെസ്റ്റോസ്റ്ററോൺ റിസപ്റ്റേഴ്സുമായിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത്. ഈവൻ തൈറോയിഡൈറ്റിസ്, നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന തൈറോയ്ഡ് പ്രോബ്ലം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അവിടെ TSH റിസപ്റ്ററാണ് ബ്ലോക്ക് ആകുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ഇതിനെ ഒന്നായിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റുകൾക്കും ഈ പ്രോബ്ലം ഉള്ളവർക്ക്, മിക്കവാറും പ്രോസ്റ്റേറ്റ് ഉള്ളവർക്ക് പലർക്കും ഡയബറ്റീസും ഉണ്ടാകും, അതിൻ്റെ കൂടെ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പം അത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇതൊന്നും ഇൻഡിപെൻഡൻ്റ് അല്ല. നമ്മളുടെ ബോഡി ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഡയബറ്റീസ് വരുന്നയാൾക്ക് ടെസ്റ്റോസ്റ്ററോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ LH റിലേറ്റഡ് ആയിട്ടുള്ള, LH ആണ് ഈ ഗ്രോത്തിനെ കുറച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. വേറെ LH എന്ന് പറഞ്ഞാൽ ഈ TSH ബ്രെയിനിൽ നിന്ന് വരുന്നതാണ് തൈറോയിഡിൻ്റെ എന്ന് പറഞ്ഞാൽ. LH ബ്രെയിനിൽ നിന്ന് സ്റ്റിമുലേഷൻ കൊടുക്കുന്നതാണ് ടെസ്റ്റിക്കുലർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതിൻ്റെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹോർമോണാണ്. അപ്പം ഇതിൻ്റെ അളവ് കൂടുന്നതും മതി ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വരാൻ. സോ ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കി ആ ലെവലിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മളുടെ ഈ മോഡേൺ സയൻറ്റിഫിക് നോളജി എല്ലാം കൂടെ കമ്പൈൽ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ പറ്റുന്നത്. പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ ഓരോ പാർട്ടിനെയും ഓരോ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രോബ്ലം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.